നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ ശ്രീരാമൻ്റെ ജീവനെടുത്ത കാലൻ. അതാണ് കഥയുടെ പേര്. ഈ കാലൻ ആരാണ്? നമ്മളൊന്നും മനസ്സിലാക്കുന്നതെന്നല്ല. 30 ദേവീദേവന്മാരുള്ള അതിബൃഹത്തായ ഒരു ദേവലോകമാണ് നമുക്ക് ഹിന്ദു മതത്തിലുള്ളത്. ഇതിൽ എല്ലാവരും ഒന്നും നല്ല ദേവന്മാരല്ല, എല്ലാവരും ഒന്നും ചീത്ത ദേവന്മാരുമല്ല. ഒട്ടുമിക്കവർക്കും എന്തെങ്കിലും പ്രത്യേകതകളുണ്ടാകും. അതുപോലെ ഇപ്പം മനുഷ്യരുടെ എന്നല്ല, എല്ലാവരുടെ എന്നാണ് പറയുന്നത്. ജീവിത അവസാനം നടന്നാൽ, മരണം സംഭവിച്ചാൽ ആ മരണത്തിൻ്റെ ദേവനായിട്ട് കരുതുന്നത് യമദേവനെയാണ്. ആ യമദേവൻ സൂര്യൻ്റെ പുത്രനാണെന്നാണ് പറയുന്നത്. യമദേവൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഭൂമിയിലെ അനുവദിച്ച ജീവിതകാലം കഴിഞ്ഞവരെ ഒക്കെ മരണപ്പെടുത്തുക, എന്നിട്ട് അവരുടെ ആത്മാവിനെ കൊണ്ടുപോവുക. എന്നിട്ട് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചത് യമൻ്റെ ആ രാജകൊട്ടാരത്തിൽ കാലൻ എന്നും പറയൂട്ടോ യമദേവന്. കാലൻ്റെ രാജകൊട്ടാരത്തിൽ ഒരു വിചാരണ നടത്തും. ഈ വന്ന ആത്മാവ് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ ഒരു ത്രാസിൽ, ചീത്ത കാര്യങ്ങളൊക്കെ മറ്റൊരു ത്രാസിൽ, ഇത് രണ്ടും വച്ചിട്ട് ചീത്ത കാര്യങ്ങൾക്കൊക്കെ ദോഷങ്ങളുണ്ടാവും. ആദ്യം തന്നെ ശിക്ഷയാണ് വിധിക്കണേ. വൈതരണി എന്ന് പറഞ്ഞിട്ട് ഒരു നദി അങ്ങോട്ട് നീന്തി കിടക്കാനുണ്ടെന്നാണ് പറയുന്നത്. അതിൽ അട്ട, തേരട്ട, പുഴുക്കൾ, വൃത്തികേടായിട്ടുള്ള മാലിന്യങ്ങൾ ഒക്കെയുള്ള വൈതരണി നദി കടന്ന് അക്കരെ ചെന്ന് കഴിഞ്ഞാൽ യമലോകമായി. ആ യമലോകത്തിൻ്റെ കാഠിന്യം കാണണമെങ്കിൽ അവിടെ ചെല്ലണം. അവിടെയാണെങ്കിൽ 28 നരകങ്ങളാണ് റെഡി ആയിട്ടിരിക്കണേ. ഈ ചെല്ലുന്ന ആത്മാവ് ചെയ്ത പാപങ്ങളനുസരിച്ച് ഓരോരുത്തരെ അങ്ങോട്ട് ഡീറ്റെയിൻ ചെയ്യുക ഓരോരോ നരകത്തിലേക്ക്. അവിടെ വച്ച അവർക്ക് ശിക്ഷ. ഈ ശിക്ഷാവിധികളൊക്കെ കഴിഞ്ഞ് അതിനെയൊക്കെ അതിജീവിച്ച് ഒരു നിശ്ചിത സമയം വരെയുള്ളൂ ശിക്ഷ. കാലാകാലം മുഴുവൻ ശിക്ഷയൊന്നുമല്ല. ഇപ്പം പലർക്കും പല വിധത്തിലാണ്. അന്നദാനത്തിന് ഭക്ഷണം കൊടുക്കാത്തവർക്ക് അവിടെ പട്ടിണി വേണ്ടി വരും. പരസ്ത്രീകളെ പ്രാപിക്കുന്നവർക്ക് അവിടെ ചുട്ടുപഴുത്തൊരു പ്രതിമയുണ്ടാകും. അത് അവർക്ക് കാണുക, അവരേത് സ്ത്രീയെയാണോ പരസ്ത്രീകളായിട്ട് പ്രാപിച്ചത് ആ സ്ത്രീകളുടെ രൂപത്തിലുള്ള ഒരു ചുട്ടുപഴുത്ത പ്രതിമ ആലിംഗനം ചെയ്യണം. അതാണത്ര ശിക്ഷ. ഇതിനെയൊക്കെ അതിജീവിച്ച് യമലോകത്ത് ചെല്ലുമ്പോൾ ഗുണങ്ങൾക്ക് ചെയ്ത നന്മകൾക്ക് പ്രതിഫലം നൽകുകയായി. ഭക്ഷണം സുഖമായിട്ട് കഴിക്കാം, പാൽപ്പായസം വരെ സദ്യയ്ക്ക്, പിന്നെ കിടക്കാനാണെങ്കിൽ സർവമഞ്ചക്കട്ടിൽ, ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പാദം പൂകേണ്ടവർക്ക് ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ട്. എൻ്റെ കൂട്ടുകാരെ, ഇതൊക്കെ കേട്ട് കേൾവിയ ഒരാളുമില്ല അവിടെ പോയി തിരിച്ചു വന്നവർ. നമുക്കറിഞ്ഞൂടപ്പാ സത്യം എന്താണെന്ന്. മരണാനന്തര ജീവിതത്തെപ്പറ്റി പറയുന്ന 2 പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഒന്നൊരു ഉപനിഷത്ത്, കഠോപനിഷത്ത്. നചികേതസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം ജീവനോടെ തന്നെ അങ്ങോട്ട് പോയി, കാലം കൊണ്ടുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലുള്ള ചില കാര്യങ്ങൾ. മറ്റൊന്ന് ഈ ഗരുഡ പുരാണത്തിലാണ് മരണാനന്തര കർമ്മങ്ങളെപ്പറ്റി, ശ്രാദ്ധമൂട്ടുക, പിണ്ടം വയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഗുണം, ചെയ്യാത്തതിൻ്റെ ദോഷമൊക്കെ വിവരിക്കുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കുറച്ചൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടുമുണ്ട്. ഇനി കഥയിലേക്ക് വരട്ടെ. ശ്രീരാമനെ കൊണ്ടുപോയ ശ്രീരാമൻ ആരാ? ശ്രീരാമൻ മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാര പുരുഷനാണ്. ദശരഥ മഹാരാജാവിൻ്റെയും കൗസല്യാദേവിയുടെയും പുത്രനാണ്. അദ്ദേഹത്തെ ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ചു എന്നാണ് പറയണത്. മഹാരാജാവായിരുന്നു അദ്ദേഹം, അയോധ്യയിലെ മഹാരാജാവ്. ആ നവരത്നശോഭിതമായ സിംഹാസനം കൈതൊഴുന്നു. വെൺകൊറ്റ, കുട, തഴ, ചാമരങ്ങളും ഞാൻ കൈതൊഴുന്നു. രഘുകുലനാഥനാം ശ്രീരാമനെ ഞാൻ കൈതൊഴുന്നു. നിൻവാമഭാഗേ അമരുന്ന ജാനകിയെ കൈതൊഴുന്നേ.
ഇങ്ങനെയുള്ള ആ മനുഷ്യനായി ജനിച്ച ഭഗവാൻ ശ്രീരാമചന്ദ്രനെ കാലം കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ആ കഥയാണ് ഞാനിവിടെ പറയുന്നത്. അയോധ്യ രാജധാനിയിൽ വളരെ സമ്പന്നമായിട്ട് അങ്ങനെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുക അയോധ്യയിലെ മഹാരാജാവായ ശ്രീരാമൻ. അദ്ദേഹത്തിന് സീതാദേവി വനത്തിലേക്ക് പോയി. എങ്കിലും 2 പുത്രന്മാരെ ലഭിച്ചു. ലക്ഷ്മണനും 2 പുത്രന്മാരുണ്ട്, ശത്രുഘ്നനും ഉണ്ട്, ഭരതനും ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും അവരുടെ പുത്രന്മാർ പോലും രാജ്യം ഭരിക്കാൻ പ്രാപ്തരായി. അങ്ങനെയൊക്കെയുള്ളൊരു കാലത്തിൽ ബ്രഹ്മാവിന് തോന്നുകയാണ്. ബ്രഹ്മാവിനെ കണക്കൊക്കെ ഇങ്ങനെ നോക്കി യമധർമ്മനെ വിളിച്ചു. ശ്രീരാമൻ്റെ ആ മനുഷ്യനായി ജീവിക്കുന്ന ദശരഥ നന്ദനായ ശ്രീരാമൻ്റെ ജീവിതകാലത്തിന് ഇനി എത്ര ദിവസം ഉണ്ട് ബാക്കി ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അദ്ദേഹം ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ മന്ത്രിയായ, അതായത് യമധർമ്മൻ്റെ കാലൻ്റെ മന്ത്രിയായ ചിത്രഗുപ്തൻ എന്ന് പറയുന്ന ഒരു കണക്കപ്പിള്ളയുണ്ട്. ആ കണക്കപ്പിള്ളയെ വിളിച്ചു ശ്രീരാമൻ്റെ ആയുസ് നോക്കി. വളരെ കുറച്ച് ദിവസമുള്ളൂ, വല്ല 1-2 ദിവസം. അതിനു മുമ്പ് അദ്ദേഹത്തിനെ തിരിച്ചു വിളിക്കണം. അതുകൊണ്ട് കാലൻ പോയേ പറ്റൂ. ഉടൻ തന്നെ കാലൻ വേഷം മാറി. ഈ കാലനായിട്ട് ഇങ്ങനെ പോത്തിൻ്റെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ പറ്റുമോ? അവിടെയൊക്കെ കടത്തില്ലല്ലോ. അങ്ങനെ പറ്റിയില്ല. അദ്ദേഹം വേഷം മാറി ഒരു മുനികുമാരൻ്റെ വേഷത്തിൽ രാജധാനിയിലേക്ക് ചെന്നു. രാജധാനിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ലക്ഷ്മണൻ കാവൽ നിൽക്കുകയാണ്. അഗ്രജൻ ശ്രീരാമൻ അകത്ത് വിശ്രമത്തിലാണ്. ആ സമയത്ത് പറഞ്ഞു ശ്രീരാമദേവനെ കാണണമെന്ന്. അപ്പോൾ നോക്കട്ടെ, ഞാൻ അദ്ദേഹത്തിൻ്റെ അനുവാദം വാങ്ങിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്നെ അകത്തേക്ക് പ്രവേശിപ്പിക്കൂ എന്ന് പറഞ്ഞു. അവിടെ ചെന്നു ശ്രീരാമദേവനെ കണ്ടു. അദ്ദേഹത്തോട് മുനിയെ വണങ്ങി. അദ്ദേഹം ഒരു മുനികുമാരൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതിബലൻ എന്ന് പറയുന്നൊരു മഹർഷിയുണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് എന്ന് പറഞ്ഞു. ഓ ശരി, വരൂ മഹർഷി എന്ന് പറഞ്ഞ് സൽക്കരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ശ്രീരാമനോട് പറഞ്ഞു, എനിക്ക് അങ്ങയോട് രഹസ്യം പറയാനുണ്ട്. രഹസ്യം എന്ന് പറഞ്ഞാൽ അതീവ രഹസ്യം, ഒരു മനുഷ്യരെ അറിയാൻ പാടില്ല. നമ്മൾ 2 പേരും മുറിക്കകത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വളരെ ശക്തനായൊരു കാവൽക്കാരൻ വേണം, ആരെയും ഇങ്ങോട്ട് കടത്തി വിടാതെ. ശ്രീരാമൻ നോക്കുമ്പോൾ ലക്ഷ്മണൻ കേട്ടോണ്ടുക. മതിയല്ലോ ലക്ഷ്മണൻ, മതിയല്ലോ കാവൽക്കാരൻ, തനിക്ക് എന്നും കാവൽ ലക്ഷ്മണനല്ലേ ജീവിതത്തിൽ. ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ ഇങ്ങോട്ട് ആരെയും കടത്തി വിടരുത്, ഇദ്ദേഹവും ഞാനും സ്വകാര്യ സംഭാഷണത്തിന് മുറിയിലേക്ക് പോവുകയാണ്. ശരി എന്നും പറഞ്ഞ് ലക്ഷ്മണൻ കാവലേറ്റു. ശ്രീരാമനും മുനികുമാരനും കൂടി അകത്ത് ചെന്നു. അകത്ത് പ്രവേശിച്ച വഴിക്ക് മുനികുമാരൻ തൻ്റെ യഥാർത്ഥ രൂപം അങ്ങോട്ട് കാണിച്ചു. ആരായിരുന്നു അത്? കാലനായിരുന്നു. കാലൻ പറഞ്ഞു, അങ്ങയുടെ ഇഹലോകവാസം, അതായത് മനുഷ്യനായിട്ട് ഈ ഭൂമിയിലുള്ള ജീവിതം ഉണ്ടല്ലോ, കഴിയാറായി. ഒട്ടും വൈകാതെ കണ്ട് അവതാരകൃത്യങ്ങളെല്ലാം പൂർത്തിയാക്കിയ അങ്ങയുടെ ധാമത്തിലേക്ക്, വൈകുണ്ഠത്തിലേക്ക് തിരിച്ചെത്താൻ സമയമായി. ബ്രഹ്മാവ് പറഞ്ഞ ദൂത് പറയാനാണ് ഞാൻ വന്നത്. അതുകൊണ്ട് എത്രയും വേഗം അങ്ങ് മൃത്യു വരിക്കണം, ഇഹലോകവാസം വെടിയണം. ഇതാണ് പറയേണ്ടത്. ഇത് പറയാനായിട്ട് തുടങ്ങി മുനികുമാരൻ്റെ ശരിയായ വേഷം, മുനികുമാരനൊക്കെ മാറി കാലൻ യമധർമ്മൻ്റെ ആ യമദേവൻ്റെ ശരിയായ രൂപത്തിൽ നിന്ന് ശ്രീരാമനോട് ഈ കാര്യം ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കെ അങ്ങോട്ടേക്ക് കയറി വന്നു ഒരു ശ്രീരാമചന്ദ്രപ്രഭോ എന്നും പറഞ്ഞിട്ടുണ്ട്. ആരെയും അകത്തേക്ക് വിടരുതെന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നിട്ടിപ്പോൾ എന്താ ഈ ശ്രീരാമചന്ദ്രൻ സംഭവിച്ചത്? എന്താണെന്ന് പറയട്ടെ. ലക്ഷ്മണൻ കാവൽ നിൽക്കുകയായിരുന്നു. ദുർവാസാവ് മഹർഷി കേട്ടിട്ടുണ്ടല്ലോ അദ്ദേഹത്തെ പറ്റി. ക്ഷിപ്രകോപി, എപ്പോഴാ ദേഷ്യം വരണേന്നും, ദേഷ്യം വന്നാൽ പിന്നെ ഒന്നും നോക്കലില്ല, ആരാന്നൊന്നും നോക്കലില്ല, എപ്പോഴാണെന്നൊന്നും നോക്കലില്ല, എന്തിനാണെന്നൊന്നും ചിന്തിക്കലില്ല. കമണ്ടലുവിൽ നിന്നും കയ്യിലേക്ക് വെള്ളം പകരുക, ആ തനിക്ക് എതിരെ കാണുന്ന ആരായാലും അദ്ദേഹത്തിൻ്റെ മേത്തേക്ക് അങ്ങോട്ട് തളിക്കുക, ശപിക്കുക. ഇത് തന്നെയാണ് ദുർവാസാവിൻ്റെ പണി. വംശം മുഴുവൻ നശിപ്പിക്കാനുള്ള ശക്തിയുണ്ട്, ഒരു വ്യക്തിയെ ഭസ്മമാക്കാനുള്ള ശക്തിയുണ്ട്. വളരെ വലിയൊരു തപശക്തിയുടെ ഉടമയാണ് കേട്ടോ ദുർവാസാവ് മഹർഷി. അദ്ദേഹം അവിടെ വന്നു. ലക്ഷ്മണൻ പറഞ്ഞു, മഹർഷി ഇരിക്കൂ, അല്പസമയം കാത്തിരിക്കൂ. ജ്യേഷ്ഠൻ മറ്റൊരു മഹർഷിയുമായിട്ട്, മുനികുമാരനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, ഇപ്പോൾ വരും എന്ന് പറഞ്ഞു.
ഞാനിവിടെ കാത്തിരിക്കണമെന്നോ? അയോധ്യയിലെ രാജാവായ ശ്രീരാമചന്ദ്രനെ കാണാൻ എനിക്ക് സമയം കാത്തിരിക്കണമെന്നോ? നടക്കില്ല കുമാര. ലക്ഷ്മണ, മുമ്പേ നടന്നോളൂ, ഇല്ലെങ്കിൽ ഞാൻ പോവുകയാണ്. ശ്രീരാമനകത്തുണ്ടോ? ശ്രീരാമനകത്തുണ്ട്, ഇപ്പം വരും, അങ്ങിരിക്കും. ലക്ഷ്മണനാവുമ്പാട് കാലു പിടിച്ചു. കാരണം ഈ വന്ന മഹർഷി ക്ഷിപ്രകോപിയാണ്. അദ്ദേഹം ശപിക്കുന്നത് തന്നെ മാത്രമാണെങ്കിൽ ആകട്ടെ എന്ന് വയ്ക്കാമായിരുന്നു. വംശം മുഴുവനാണ് ശാപം കിട്ടുക. അതുകൊണ്ട് ഭയന്ന ലക്ഷ്മണൻ എന്തു പറഞ്ഞു? ഒന്നും പറയാതെ അങ്ങനെ നിന്ന സമയത്ത് മഹർഷ്യങ്ങളുടെ അകത്തേക്ക് പോയി ശ്രീരാമൻ്റെ സ്വകാര്യ സംഭാഷണത്തിനായിട്ട് മുറിയുടെ അടുത്ത് ചെന്ന് മുറിക്കകത്തുള്ള വാതിലങ്ങൾ തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ ചരിയിട്ടിരുന്ന വാതിൽ തുറന്നപ്പോൾ ശ്രീരാമൻ്റെ അടുത്ത് നിൽക്കണതാരാ? യമദേവൻ. കരാറനുസരിച്ച് ആ ആളെ കൊല്ലണം എന്നാണ് കരാറ്. നമ്മൾ തമ്മിൽ ശ്രീരാമൻ മഹാരാജാവും ഈ മുനികുമാരനും കൂടി സംസാരിക്കുമ്പോൾ ആരെങ്കിലും കയറി വന്നാൽ ലക്ഷ്മണനെ കാവൽ നിന്ന ആളെ വധിക്കണം. അതാണ് കരാറ്. ഇപ്പം എന്താ സംഭവിച്ചേ? അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കെ ദുർവാസാവ് അവിടേക്ക് കയറി ചെന്നു. ഉടൻ തന്നെ ശ്രീരാമൻ തൻ്റെ വാഗ്ദാനം നിറവേറ്റാൻ ലക്ഷ്മണനെ വധശിക്ഷ അങ്ങോട്ട് വിധിച്ചു. ലക്ഷ്മണൻ വധശിക്ഷ ഏൽക്കാനും തയ്യാറായി. മുനികുമാരൻ തന്നെ പെട്ടെന്ന് യമധർമ്മ മുനികുമാരനായി മാറി വിവരം ശ്രീരാമനെ ഗ്രഹിപ്പിച്ചു. മനുഷ്യ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് തിരിഞ്ഞ് ലക്ഷ്മണനെ വധിക്കാൻ ഉത്തരവിട്ടപ്പോൾ അദ്ദേഹത്തെ വധിക്കാൻ മറ്റുള്ളവർക്കൊക്കെ ഒരു ഭയം. ഉടൻ തന്നെ ശ്രീരാമൻ എന്ത് ചെയ്തിരുന്നു? മരിക്കുന്നതിന് തുല്യമാണ് അങ്ങോട്ട് ഉപേക്ഷിച്ച. ഇനി എനിക്ക് നിന്നെ കാണണ്ട. ഈ രാജകൊട്ടാരത്തിൽ നിനക്ക് പ്രവേശനമില്ല. രാജാവ്, ഇളയ രാജാവ് എന്നുള്ള നിൻ്റെ സർവമാന പദവികളും ഞാൻ ഇങ്ങോട്ട് തിരിച്ചെടുത്തു. അതുകൊണ്ട് ലക്ഷ്മണ, ഞാൻ നിന്നെ ഉപേക്ഷിച്ചു. അയോധ്യയിലെ മഹാരാജാവ് ഉപേക്ഷിച്ച ആളെ പിന്നെ ആരെങ്കിലും സ്വീകരിക്കുമോ? മാത്രമല്ല, ലക്ഷ്മണൻ ചിന്തിച്ചു, ശ്രീരാമചന്ദ്രൻ ഇല്ലാത്തൊരു ജീവിതം എനിക്കെന്തിനാ? ഞാൻ അദ്ദേഹത്തിൻ്റെ ഇനി ആരെയും കാത്തു നിൽക്കുന്നില്ല. ഒരാളുടെ സമ്മതവും എനിക്ക് വേണ്ട. ഞാൻ ആരോടും യാത്ര പറയാനില്ല. നേരെ അങ്ങോട്ട് നടന്നു സരയൂ നദിയിലേക്ക്. അവിടെ ചെന്നിട്ട് ഏറ്റവും വലിയ കാണാവുന്നൊരു ചുഴിയിലേക്ക് അങ്ങോട്ട് ചാടി അദ്ദേഹം ദേഹാത്യാഗം ചെയ്തു. എന്ന് പറഞ്ഞാൽ മുങ്ങി മരിച്ചപ്പോൾ ശരിക്കുള്ള ലക്ഷ്മണൻ ആരാന്നാ വിചാരം? അനന്തൻ എന്ന് പറയുന്ന സർപ്പമല്ലേ? അദ്ദേഹം ഇങ്ങനെ നീണ്ട നിവർന്ന മടങ്ങി നിവർന്ന പത്തി വിടർത്തി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആ കിടക്ക അനന്തശായിയായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണു വന്ന് കിടക്കണം അവിടെ. അങ്ങനെ വെറുതെ അങ്ങനെ വെറുതെ കിടക്കൊന്നുമില്ല. ഉടൻ തന്നെ ശ്രീരാമന് മനസ്സിലായി ലക്ഷ്മണൻ സരയുവിൽ ചാടി ആത്മഹത്യ ചെയ്തു. അനന്തനായി സരയുവിൻ്റെ ആഴങ്ങളിൽ പട്ട് കിടക്കയായി തൻ്റെ പ്രപഞ്ചക്കട്ടിലായിട്ട് കിടക്കണം. ഇനിയിപ്പോൾ അവിടേക്ക് പോവാണ്ട് നിവർത്തിയില്ല. ശ്രീരാമൻ എന്ത് ചെയ്തു? കിട്ടിയ സമയം കൊണ്ട് തൻ്റെ 2 പുത്രന്മാരെയും ലക്ഷ്മണൻ്റെ 2 പുത്രന്മാരെയും ശത്രുഘ്നൻ്റെ 2 പുത്രന്മാരെയും ഭരതൻ്റെ 2 പുത്രന്മാരെയും ഒക്കെ രാജ്യങ്ങൾ നിശ്ചയിച്ച് അഭിഷേകം ചെയ്ത് ഓരോരോ രാജ്യത്തിൻ്റെ ചുമതല ഏൽപ്പിച്ച് അദ്ദേഹം തൻ്റെ മറ്റ് സഹോദരങ്ങളോട്, ശത്രുഘ്നനോട്, ഭരതനോട് ഒക്കെ പറഞ്ഞു, ഞാൻ സരയുവിലേക്ക് ഇറങ്ങി എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ്. എന്നോടൊപ്പം വരുന്നവർക്കൊക്കെ വൈകുണ്ഠപ്രാപ്തി ലഭിക്കും എന്ന് പറഞ്ഞ മന്ത്രിസത്തമന്മാരും നഗരവാസികളും ഒരുപാട് പേര് അദ്ദേഹത്തെ അനുഗമിച്ച് അങ്ങനെ ശ്രീരാമനെ പിന്തുടർന്ന് സരയുവിൻ്റെ തീരത്ത് ചെന്ന് സരയുവിലേക്ക് ഇങ്ങനെ ശ്രീരാമൻ ഇറങ്ങിപ്പോയി. കൂടെ ഈ ഭക്തജനങ്ങളും ഇറങ്ങിപ്പോയി. അദ്ദേഹത്തിൻ്റെ 2 സഹോദരങ്ങളും അദ്ദേഹത്തിൻ്റെ ഇടത്തും വലത്തുമായിട്ട് ശത്രുഘ്നനും ഭരതനും നിന്നു. അവരൊരുമിച്ച് അങ്ങനെ സരയുവിൻ്റെ ആഴങ്ങളിൽ മുങ്ങിത്താണ്. അവരുടെ ജീവിതം അവിടെ അവസാനിച്ചു. ഇങ്ങനെയായിരുന്നു ശ്രീരാമൻ്റെ സ്വർഗാരോഹണം. ആ യമധർമ്മദേവൻ കാലൻ വന്ന്
ശ്രീരാമനെയും ജീവനെടുത്തുകൊണ്ട് പോയി. അദ്ദേഹം അങ്ങ് ചെന്നു. അദ്ദേഹം വൈകുണ്ഠവാസിയല്ലേ, അനന്തനല്ലേ കിടക്കുന്നത്. വേഗം അനന്തനാകുന്ന തൽപ്പത്തിൽ വിശ്രമിച്ചു. അനന്തശായി ഭഗവാനായിട്ട് പത്മനാഭനായിട്ട് അങ്ങനെ അനന്തനായി ശവിച്ച് വൈകുണ്ഠത്തിലേക്ക് പോവുകയും ചെയ്തു. കൂടെ ശംഖും ചക്രവുമായ ശത്രുഘ്നനും ഭരതനും കൂടെ ചേർന്നു. അപ്പം എന്താ, അവർ 4 പേരും ഒരുമിച്ചില്ലേ. ആ ലക്ഷ്മൺ ശ്രീരാമൻ അങ്ങനെ വന്ന് കിടക്കുമ്പോൾ അനന്തനായിട്ടുള്ള ലക്ഷ്മണൻ കൂടെ ചെന്നു. ഭരതനും ചെന്നു, ശത്രുഘ്നനും ചെന്നു. മഹാവിഷ്ണു ശംഖ് ചക്ര ഗദ പത്മങ്ങളോടെ വൈകുണ്ഠത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ വിശ്രമത്തിലാണ് കേട്ടോ. അടുത്ത അവതാരത്തെ പറ്റിയൊക്കെ ചിന്തിക്കാൻ തുടങ്ങും. ഇത്തിരി കഴിയുമ്പോൾ തുടങ്ങും. കൂടുതൽ അസുരന്മാർ വരുമ്പോൾ ഭൂമിദേവി അങ്ങോട്ട് പറയും, ഒന്ന് ഇവിടത്തോളം വരണം, ഈ ഭാരമൊക്കെ ഒന്ന് കുറച്ച് തരണം, അപ്പോഴേ വരുള്ളൂ. അപ്പോൾ ശ്രീരാമൻ്റെ സ്വർഗാരോഹണം, ശ്രീരാമൻ്റെ ജീവനെടുത്ത യമദേവൻ്റെ ഒരു ധർമ്മം, അദ്ദേഹം ധർമ്മദേവനും കൂടിയാണ്. ഈ കഥ ഞാനിവിടെ നിർത്തുകയാണ്. ശ്രീരാമൻ്റെ കാലനെടുത്ത ജീവിതം. ഈ കഥയുടെ പേര് ശ്രീരാമൻ്റെ ജീവനെടുത്ത കാലം. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി.